കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പാലക്കാട് യുവതിയെ ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവും കാമുകിയും അറസ്റ്റിലായി. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ സീനിയർ വിദ്യാർത്ഥികൾ നടത്തിയത് അതിക്രൂരമായ റാഗിംഗ്. ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹമാസകലം കുത്തി പരിക്കേൽപ്പിക്കുന്നതും മുറിവുകളിൽ ലോഷൻ പുരട്ടുന്നതും സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. റാഗിങ്ങിനിടെ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തായത്. ഒരു ഹോസ്റ്റൽ മുറിയിലേതെന്നോ കോൺസെൻട്രേഷൻ ക്യാമ്പിലേതെന്നോ സംശയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വിദ്യാർത്ഥികളെന്ന് പോലും വിളിക്കപ്പെടാൻ അർഹത സ്വന്തം സഹപാഠികളോട് ചെയ്തു കൂട്ടിയത് അങ്ങേയറ്റം ക്രൂരതയാണ്. ഇടുക്കി ഏലപ്പാറ സ്വദേശിയായ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി അതിക്രൂരമായി പീഡനത്തിനിരയാകുന്നതാണ് ഈ കാണുന്നത്. മനസാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാനാവാത്ത ക്രൂരത. ഇരു കൈകാലുകളും കട്ടിലിനോട് ചേർത്ത് അനങ്ങാനാവാത്ത വിധം കെട്ടിയിരിക്കുന്നു. ദേഹമാകെ ഡിവൈഡർ ഉപയോഗിച്ച് എണ്ണി കുത്തി മുറിവേൽപ്പിക്കുന്നു. മുറിവുകളിൽ ലോഷൻ തേച്ച് വേദനിപ്പിക്കുന്നു. വായിലും കണ്ണിലും ലോഷൻ നിറയ്ക്കുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ ഭാരമുള്ള ഡംബൽ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ച് സീനിയർ വിദ്യാർത്ഥികൾ അട്ടഹസിച്ച് ചിരിക്കുന്നതും ആനന്ദം കണ്ടെത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. റാഗിങ്ങിനിടെ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇത്. മദ്യം വാങ്ങുന്നതിനായി സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും പണം വാങ്ങിയിരുന്നു. 3 മാസം നീണ്ടുനിന്ന ഈ ക്രൂരത ആരും അറിഞ്ഞതേയില്ല. വേദന കൊണ്ട് പുളഞ്ഞുള്ള നിലവിളി ആരും കേട്ടതുമില്ല. ഈ അധികൃതരുടെ ഈ വാചകങ്ങൾ വിശ്വാസത്തിലെടുക്കാനാകുമോ? പോലീസ് അവിടെയാണ് വിശദമായ അന്വേഷണം നടത്തുന്നത്. നവംബറിലാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ എത്തിയത്. ഹോസ്റ്റലിലാകെ 25ഓളം വിദ്യാർത്ഥികൾ മാത്രം. അതിൽ 6 പേരാണ് ഒന്നാം വർഷക്കാരായുള്ളത്. 3 മാസത്തോളം നീണ്ടുനിന്ന ഈ കൊടും പീഡനം പക്ഷേ ആരും അറിഞ്ഞില്ല. ഹോസ്റ്റലിൽ വാർഡനില്ല. പകരമുള്ളത് താൽക്കാലിക സുരക്ഷാ ജീവനക്കാരൻ മാത്രം. ജീവനക്കാരിൽ നിന്നും കോളേജ് അധികൃതർ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അസിസ്റ്റന്റ് വാർഡനാണെങ്കിലും ചെന്ന് അസിസ്റ്റന്റ് വാർഡനോട് ഒന്നും കുട്ടികൾ പറഞ്ഞിട്ടില്ല. അതുപോലെ ക്ലാസ് ടീച്ചർ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ ആണെങ്കിലും ചോദിക്കാറുണ്ട്. ഇന്നേരം ഒന്നും പറഞ്ഞിട്ടില്ല. ഹോസ്റ്റലിൽ ഒരു ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പ്രഥമ ദൃഷ്ട്യ നമ്മളിത് റാഗിങ് ആയിട്ടുണ്ടെന്ന് തെളിഞ്ഞുകൊണ്ട് നമ്മൾ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നു. ഇനി ആന്റി റാഗിങ് ആക്ട് അനുസരിച്ച് അതിൽ നിയമം ശാസിക്കുന്ന പോലെ ബാക്കി നടപടികൾ ശിക്ഷാ നടപടികളും വരും. കോളേജ് അധികൃതർക്ക് വീഴ്ച സംഭവിച്ചോ എന്നും റാഗിങ്ങിൽ കൂടുതൽ ഇരകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അടക്കം വിശദമായ അന്വേഷണം നടത്തുമെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് പറഞ്ഞു. നിലവിൽ ഒരു കുട്ടിയുടെ പരാതി പ്രകാരമാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇരകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് വരികയാണ്. കൂടുതൽ ഇരകളെ കണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കും. പിന്നീട് ഈ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം രാഘവൻ കമ്മിറ്റി റിഫോംസ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. രാഘവൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. പിന്നെ UGCയുടെ റെഗുലേഷനുണ്ട് ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട്. അതും കൃത്യമായിട്ട് പരിശോധിച്ച് ബാക്കി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, വാർഡൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, ആ രീതിയിലുള്ള അന്വേഷണം കൂടെ കൃത്യമായിട്ട് നടത്തും. പ്രതികളിൽ ഒരാളായ മലപ്പുറം സ്വദേശി രാഹുൽ രാജ് ഇടതലുങ്കൂല സംഘടനയായ കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നഴ്സിംഗ് അസോസിയേഷൻ സംസ്ഥാന നേതാവാണെന്നും SP പറഞ്ഞു. കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല. ഒരു വിദ്യാർത്ഥി നേരത്തെ ഏതോ രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിരുന്നു, സ്റ്റേറ്റ് തലത്തിലുള്ള നേതാവായിരുന്നു. ജനറൽ നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ കൃത്യമായിട്ട് അസോസിയേഷന്റെ പേര് ലഭ്യമായിട്ടില്ല. നേരത്തെ നേതാവായിരുന്നു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. രാഹുൽ എന്നുള്ള പ്രതിയാണ്. ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു രാഹുൽ രാജ്. ഇയാൾ സജീവ SFI പ്രവർത്തകനാണെന്ന് KSU ആരോപിച്ചു. ഗവർണർ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ആരോഗ്യ സർവകലാശാല VC ഉൾപ്പെടെയുള്ളവർക്ക് ABVP പരാതി നൽകി. LDF സർക്കാരിന്റെ കാലത്ത് റാഗിംഗ് ഫ്രീ ക്യാമ്പസ് എന്നത് സ്വപ്നം മാത്രമാണെന്ന് ABVP വിമർശിച്ചു. അറസ്റ്റിലായ 5 പേരുടെയും ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് പോലീസ്. ഇവ
ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൂടുതൽ വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടെന്നാണ് സൂചന. കോട്ടയം ഡിവൈഎസ്പി അനീഷ്, ഗാന്ധിനഗർ SHO ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കോളേജിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ഇല്ല. അല്ല, ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അയക്കും. അതൊക്കെ എടുക്കുന്നേ ഉള്ളൂ. സൈബർ റിലേറ്റഡ് അല്ലേ. എന്തോ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം ഇപ്പം അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. പ്രഥമ ദൃഷ്ട്യാ മനുഷ്യാവകാശ ലംഘനമുണ്ടായെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു. 10 ദിവസത്തിനുള്ളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ DGPയോട് നിർദ്ദേശിച്ചു. സഹ്യാദ്രി റൈറ്റ് ഫോറം നൽകിയ പരാതിയിലാണ് നടപടി. നമ്മുടെ ക്യാമ്പസുകൾ സുരക്ഷിതമല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഈ സംഭവത്തിലൂടെ കൂടി. ഒപ്പം റാഗിങ്ങിനെ ചെറുക്കുന്നതിന് വേണ്ടി ഇന്നോളം ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം പരാജയമാണെന്നും കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എവിടെയാണ് പിഴച്ചതെന്ന് ചിന്തിക്കേണ്ട സമയമാണിത്. മിഥുനയ്യപ്പൻ, ജനം, കോട്ടയം. കൊച്ചിയിൽ ലഹരി സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം. നടുറോഡിൽ കത്തിയുമായി പരാക്രമം കാണിച്ച യുവാവും യുവതിയും അറസ്റ്റിലായി. മദ്യലഹരിയിൽ പോലീസിന് നേരെ അസഭ്യവർഷം നടത്തിയ യുവതിയെ പോലീസ് വാഹനത്തിന്റെ ചില്ലുകളും അടിച്ചു തകർത്തു. മറ്റൊരു സംഭവത്തിൽ കൊച്ചിയിൽ വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ ചില്ലുകളും അടിച്ചു തകർത്തു. എറണാകുളം പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ നടുറോഡിലായിരുന്നു കത്തിയുമായി യുവാവിന്റെയും യുവതിയുടെയും പരാക്രമം. പാലാരിവട്ടം സ്വദേശി പ്രവീണും കോഴിക്കോട് സ്വദേശി റസ്ലിയുമാണ് പിടിയിലായത്. രാത്രി 12:30യോടെയായിരുന്നു സംഭവം. വഴിയാത്രക്കാരെ ആക്രമിക്കുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതറിഞ്ഞാണ് പോലീസ് സ്ഥലത്തെത്തിയത്. വനിതാ പോലീസ് ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനാകുകയുള്ളൂ എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയ യുവതി കയ്യിലുണ്ടായിരുന്ന ഫോൺ കൊണ്ട് പോലീസ് ജീപ്പിന്റെ ചില്ലുകളും അടിച്ചു തകർത്തു. പോലീസ് വാഹനം ആക്രമിച്ച് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കം ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. മറ്റൊരു സംഭവത്തിൽ കൊച്ചിയിൽ വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ ഗ്ലാസ് തല്ലിത്തകർത്തു. 3 കാറുകളുടെയും ഒരു ഓട്ടോയുടെയും ഗ്ലാസാണ് തകർത്തത്. മട്ടാഞ്ചേരി കരുവേലിപ്പടി RK പിള്ള റോഡിലായിരുന്നു സംഭവം. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. കൊച്ചി നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ലഹരി സംഘങ്ങളുടെ ഏറ്റുമുട്ടലും ഭീകരാന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്നതും പതിവാകുകയാണ്. ജനം, കൊച്ചി. യുവതിയെ ഭർതൃവീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവും കാമുകിയും അറസ്റ്റിൽ. പാലക്കാട് കല്ലടിക്കോട് സ്വദേശിനി റിൻസിയുടെ മരണത്തിലാണ് ഭർത്താവ് ഷഫീസിനെയും കാമുകിയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കല്ലടിക്കോട് കണക്കപ്പാടം വീട്ടിൽ റൻസിയെ പുതുപ്പെരിയാരത്തെ ഭർതൃവീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്ന റൻസിയ 3 മാസം മുൻപാണ് ഭർതൃവീട്ടിൽ മടങ്ങിയെത്തിയത്. 5 വർഷം മുൻപായിരുന്നു ഷഫീസിൻ്റെയും റിൻസിയുടെയും വിവാഹം. ഇവർക്ക് 3 വയസ്സുള്ള കുഞ്ഞുമുണ്ട്. റിൻസിയയും ഷഫീസും തമ്മിൽ നിരന്തരം തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടെന്നും യുവതിയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസ് ഷഫീസിന് ജംസീന എന്ന സ്ത്രീയുമായി അടുപ്പമുള്ളതായി കണ്ടെത്തുകയായിരുന്നു. ഷഫീസ് റിൻസിയെ ഒഴിവാക്കാൻ ശ്രമം നടത്തിയിരുന്നതായും ജംസീന ഫോണിലൂടെ നിരന്തരമായി റിൻസീനയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇരുവരെയും ഹേമാംബിക നഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, പാലക്കാട്. പത്തനംതിട്ടയിൽ 13-കാരിയെ അമ്മയുടെ ഒത്താശയോടെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞ അമ്മയും ആൺസുഹൃത്തും അറസ്റ്റിലായി. ഇരുവരെയും കർണാടകത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്.
കഴിഞ്ഞ സെപ്റ്റംബറിൽ പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. 13-കാരിയെ പത്തനംതിട്ട നഗരത്തിലെ ലോഡ്ജ് മുറിയിൽ എത്തിച്ചാണ് അമ്മയുടെ ഒത്താശയോടെ ആൺസുഹൃത്ത് പീഡിപ്പിച്ചത്. CWCക്ക് പെൺകുട്ടി നൽകിയ മൊഴി പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. അറസ്റ്റിലാകുമെന്ന് ഉറപ്പായതോടെ ഒന്നാം പ്രതിയായ റാന്നി സ്വദേശിയും കുട്ടിയുടെ അമ്മയും ഒളിവിൽ പോയി. പെൺകുട്ടിയെ CWC അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മംഗലാപുരത്ത് നിന്ന് പ്രതികളെ പിടികൂടിയത്. ബാലാപുരത്ത് സ്വദേശിയായിട്ടുള്ള ഈ കേസിലെ പ്രതി അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ മകളെ പത്തനംതിട്ട എത്തിച്ച് പത്തനംതിട്ട വെച്ച് 13 വയസ്സുകാരിയായ ആ കുട്ടീനെ വളരെ മൃഗീയമായിട്ട് പീഡനത്തിനിരയാക്കിയ കേസായിരുന്നു. ഈ കേസിലെ പ്രതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 11 കേസുകളിൽ, നമുക്കിപ്പോൾ അറിവായിട്ടുള്ള 11 കേസുകളിൽ പ്രതിയാണ്. കൊലപാതകം ഉൾപ്പെടെ 3, ഇത് കൂടാതെ 3 റേപ്പ് കേസുകൾ, മോഷണ കേസ് തുടങ്ങി എല്ലാവിധ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലും പ്രതിയായിട്ടുള്ളതും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള പ്രതിയാണ്. ഈ കൃത്യത്തിന് ശേഷം കഴിഞ്ഞ 2.5 മാസമായിട്ട് ഒളിവിൽ പോയിരിക്കുകയായിരുന്നു ഈ 1ഉം 2ഉം പ്രതികൾ. ഈ കുട്ടിയുടെ അമ്മയും പ്രതിയാണ്. പോലീസ് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടും പിടിതരാതെ കർണാടകത്തിലും മറ്റുമായിട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു. നമ്മളുടെ പോലീസ് ടീം ഇതിനൊരു പ്രത്യേക ടീം ഉണ്ടാക്കിയിരുന്നു. അവര് വളരെ സമർത്ഥമായി അന്വേഷിച്ച് ഇയാളുടെ ഒളിയിടം മംഗലാപുരത്ത് നിന്നും കണ്ടെത്തുകയും 2 ദിവസമായിട്ട് മംഗലാപുരത്ത് തമ്പടിച്ച് അവര് അതിലേക്ക് ഈ പ്രതികളെ 2 പേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ പ്രതിയാണ് അമ്മയ്ക്കൊപ്പമുള്ള സുഹൃത്ത്. ഇതിൽ ഒരു കൊലപാതക കേസും 3 പീഡന കേസും ഉൾപ്പെടുന്നു. ഇയാൾ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് ഒത്താശ ചെയ്തതിനാണ് അമ്മയുടെ അറസ്റ്റ്. ഫോൺ കോൾ വിവരങ്ങൾ ഉൾപ്പെടെ പിന്തുടർന്നാണ് പ്രത്യേക പോലീസ് സംഘം ഒളിവിലായിരുന്ന പ്രതികളിലേക്ക് എത്തിയത്. ജനം, പത്തനംതിട്ട. കൊല്ലം കടയ്ക്കലിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിലായി. മടവൂർ സ്വദേശികളായ വരുൺ, അരുൺ, ചടയമംഗലം സ്വദേശി സേതു എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ 7-ാം തീയതി കൊല്ലം കടയ്ക്കലിൽ വെച്ചായിരുന്നു സംഭവം. രാത്രി 9 മണിയോടെ കടക്കൽ ബസ് സ്റ്റാൻഡിന് സമീപത്തുകൂടി നടന്നു വരികയായിരുന്ന ഡ്രൈവർ രാജേഷിനാണ് വെട്ടേറ്റത്. കമ്പി വടി കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ശേഷമായിരുന്നു അക്രമി സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. രാജേഷിന്റെ നിലവിളി കേട്ട് ബസ് ജീവനക്കാരും നാട്ടുകാരും ഓടിയെത്തിയപ്പോഴേക്കും സംഘം കടന്നുകളഞ്ഞു. കേസിൽ ഒളിവിലായിരുന്ന മടവൂർ സ്വദേശികളായ വരുൺ, അരുൺ, ചടയമംഗലം സ്വദേശി സേതു എന്നിവരെയാണ് കടക്കൽ പോലീസ് പിടികൂടിയത്. സംഭവം നടക്കുന്നതിന് 2 ദിവസം മുൻപ് നിലമേൽ ജംഗ്ഷനിൽ വെച്ച് വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലി ഇരുകൂട്ടരും തമ്മിൽ തർക്കം നടക്കുകയും തുടർന്ന് ഫോണിലൂടെ അസഭ്യവർഷം നടത്തുകയും ചെയ്തു. പിന്നീട് ഇരുകൂട്ടരും കടക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു. പിറ്റേ ദിവസം സ്റ്റേഷനിൽ ഹാജരാവാൻ പോലീസ് അറിയിച്ചതിന് പിന്നാലെയാണ് സംഘം കടക്കലെത്തി രാജേഷിനെ ആക്രമിച്ചത്. തലയ്ക്കും വയറിന് പിൻവശത്തും കൈക്കും ആഴത്തിൽ പരിക്കേറ്റ രാജേഷ് ഇപ്പോഴും ചികിത്സയിലാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. ചേർത്തലയിലെ വീട്ടമ്മയുടെ മരണത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്ത പോലീസ്. ഭർത്താവ് സോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മരിച്ച സജിയുടെ തലയോട്ടിയിൽ ക്ഷതമേറ്റിരുന്നതായും തലയോട്ടിയിൽ പൊട്ടലുകൾ ഉള്ളതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. അമ്മയെ അച്ഛൻ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്ന 19 വയസ്സുകാരിയായ മകളുടെ പരാതിയിലാണ് കഴിഞ്ഞ ഞായറാഴ്ച സംസ്കരിച്ച സജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇന്നലെ കല്ലറ പൊളിച്ച് പുറത്തെടുത്തത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഉച്ചയോടെ സജിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. തലയ്ക്കു പിന്നിൽ ക്ഷതമേറ്റിരുന്നതായും തലയോട്ടിയിൽ പൊട്ടലുകളുള്ളതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തലക്കേറ്റ ക്ഷതവും ആന്തരിക രക്തസ്രാവവും മരണത്തിന് കാരണമായി എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. അതേസമയം ഭാര്യ സജിയെ മർദ്ദിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ലെന്നാണ് സോണി പോലീസിനോട് പറഞ്ഞത്. ചേർത്തല പോലീസ് സോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ പ്രതിക്കെതിരെ കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്ന കാര്യം തീരുമാനിക്കുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ സജിയുടെ മൃതദേഹം മുട്ടംപള്ളിയിൽ വീണ്ടും സംസ്കരിച്ചു. ജനം, ആലപ്പുഴ. കോട്ടയത്തെ നടക്കുന്ന റാഗിങ്ങിന് പിന്നാലെ തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിക്ക് ക്രൂരമായ മർദ്ദനമെന്ന പരാതി. പാറശാല CSI ലോ കോളേജ് 3ാം വർഷ നിയമ വിദ്യാർത്ഥിയും
നെടുമങ്ങാട് സ്വദേശിയുമായ അഭിറാമിനാണ് മർദ്ദനമേറ്റത്. സീനിയർ വിദ്യാർത്ഥികൾ താമസ സ്ഥലത്ത് അതിക്രമിച്ച് കിടന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി. പാറശാല CSI ലോ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയെ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നെടുമങ്ങാട് പഴകുറ്റി സ്വദേശി അധിറാമിനെയാണ് 4-അംഗ സംഘം മർദ്ദിച്ചത്. അധിറാം താമസിക്കുന്ന കോളേജിന് സമീപത്തെ ഹോം സ്റ്റേയിൽ ഇന്നലെ ഉച്ചയ്ക്ക് അതിക്രമിച്ചു കയറിയാണ് മർദ്ദനം. സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികളായ ബിനോ, വിജിൻ, ശ്രീജിത്ത്, അഖിൽ എന്നിവർക്കെതിരെ പാറശാല പോലീസ് കേസെടുത്തു. ബിനോ മർദ്ദിച്ചതായി അധിറാമിന്റെ സുഹൃത്ത് പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതിന് പ്രേരിപ്പിച്ചത് അധിറാമാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ഹോം സ്റ്റേ അടിച്ചു പൊളിച്ച ശേഷമാണ് സീനിയർ വിദ്യാർത്ഥികൾ അകത്തു കയറി അധിറാമിനെ ക്രൂരമായി മർദ്ദിച്ചത്. 4-അംഗ സംഘമാണ് മർദ്ദിച്ചതെന്ന് അധിറാം മൊഴി നൽകിയിരുന്നു. തുടർന്നാണ് പാറശാല പോലീസ് 4 പേർക്കെതിരെ കേസെടുത്തത്. നെടുമങ്ങാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അധിറാം. അധിറാമിന്റെ കഴുത്തിനും മുതുകിനും തലയ്ക്കുമാണ് പരിക്കേറ്റത്. മർദ്ദനത്തിൽ അധിറാമിന്റെ പല്ലുൾപ്പെടെ തകർന്നിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസിൽ സാക്ഷി വിസ്താരം തുടരുകയാണ്. ആശുപത്രിയിൽ വെച്ച് പ്രതി സന്ദീപ് തന്നെയും ആക്രമിച്ചതായി 2ാം സാക്ഷിയുടെ മൊഴി. പ്രതിയുടെ സമീപവാസിയായ ബിനുവാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ മൊഴി നൽകിയത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്തിയ പ്രതി തന്നെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് കേസിലെ 2ാം സാക്ഷിയും പ്രതിയുടെ അയൽവാസിയുമായ ബിനുവിന്റെ മൊഴി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ താനും സന്ദീപിന്റെ മറ്റൊരു ബന്ധുവായ രാജേന്ദ്രൻ പിള്ളയും പ്രതിയോടൊപ്പം പോയിരുന്നുവെന്നും ആശുപത്രിയിൽ വെച്ച് മൂർച്ചയേറിയ കത്രിക ഉപയോഗിച്ച് തന്നെ കുത്താൻ ശ്രമിച്ചതായും സാക്ഷി വിസ്താരത്തിനിടെ ബിനു പറഞ്ഞു. പ്രതിയെയും പ്രതിയുടെ വസ്ത്രങ്ങൾ, മൊബൈൽ ഫോൺ, കുത്താൻ ഉപയോഗിച്ച കത്രിക എന്നിവയും സാക്ഷി കോടതിയിൽ തിരിച്ചറിഞ്ഞു. സംഭവകാലത്ത് പൂയപ്പള്ളി സ്റ്റേഷനിൽ ഹോംഗാർഡനായി ജോലി നോക്കിയിരുന്ന അലക്സ് കുട്ടിയെയും 3ാം സാക്ഷിയായി കോടതിയിൽ വിസ്തരിച്ചു. 3ാം സാക്ഷിയുടെ വിസ്താരം നാളെയും തുടരും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലേക്ക് 2023 മെയ് 10-നാണ് ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെടുന്നത്. പ്രതിയായ സന്ദീപിന്റെ മാനസിക നിലയിൽ തകരാറില്ലെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി മുൻപാകെ വിചാരണ തുടങ്ങിയത്. പ്രതി സന്ദീപിനെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഡോക്ടർ വന്ദനദാസിനൊപ്പം ജോലി ചെയ്തിരുന്ന കേസിലെ 1ാം സാക്ഷി ഡോക്ടർ മുഹമ്മദ് ഷിബിനെയാണ് കോടതി ആദ്യ ദിവസം വിസ്തരിച്ചത്. 131 സാക്ഷികളുള്ള കേസിലെ ആദ്യത്തെ 50 സാക്ഷികളുടെ വിസ്താരമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. ജനം, കൊല്ലം. ഇടുക്കി ചിന്നക്കനാലിൽ വിൽപ്പനയ്ക്കായി ജീപ്പിൽ കടത്തിയ 20 ലിറ്റർ മദ്യവുമായി ഒരാൾ പിടിയിൽ. ബൽറാം സ്വദേശി ഗണേശനെയാണ് പിടികൂടിയത്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് എൻ.കെയും സംഘവും ചിന്നക്കനാൽ ബിയൽറാം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ബിയൽറാം സ്വദേശി ഗണേശനെ പിടികൂടിയത്. എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ജീപ്പിൽ മദ്യവുമായി വരുന്നതിനിടെയാണ് ഗണേശനെ എക്സൈസ് സംഘം പിടികൂടിയത്. 20 ലിറ്റർ മദ്യവും കടത്താൻ ഉപയോഗിച്ച ജീപ്പും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മദ്യക്കച്ചവടവുമായി ബന്ധപ്പെട്ട് മുൻപും നിരവധി കേസുകളിൽ പ്രതിയായ ആളാണ് ഗണേശൻ. ബിവറേജിൽ നിന്നും പലപ്പോഴായി മദ്യം വാങ്ങി ബിയൽറാവിലും പരിസര പ്രദേശങ്ങളിലും കച്ചവടം ചെയ്യുന്നതാണ് പ്രതിയുടെ രീതി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, ഇടുക്കി. പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ യുവതിയെയും അച്ഛനെയും വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചു. കൊല്ലം ഏരൂരിലാണ് സംഭവം. ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആൾക്കെതിരെയാണ് പരാതി നൽകിയത്. പക്ഷേ 13 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് നടപടിയെടുത്തിരുന്നില്ല. പോലീസിന്റെ അനാസ്ഥയെ തുടർന്നാണ് പരാതി നൽകിയവർക്കെതിരെ ആക്രമണം ഉണ്ടായതെന്നാണ് ആക്ഷേപം. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ചങ്കു സുനിലും സുഹൃത്ത് അനീഷും പ്രായപൂർത്തിയാകാത്ത വ്യക്തിയും ചേർന്നാണ് ആക്രമണം നടത്തിയത്. ഏരൂർ സ്വദേശി വേണുഗോപാലൻ നായരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ വേണുഗോപാലൻ നായർക്കും മകൾ ആശയ്ക്കും വെട്ടേറ്റു.
ചങ്കു സുനിലിനെതിരെ ആശ പോലീസിൽ പരാതി നൽകിയ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം. 9-ാം തീയതി 2:30 വന്ന് മുണ്ടഴിച്ച് കാണിച്ച് അസഭ്യം പറയും, ചീത്ത വിളിക്കുകയും പിന്നെ രാത്രിയിലും ഇരുന്ന് ചീത്ത വിളിക്കുകയും ചെയ്തതിന്റെ പേരിൽ 1-ാം തീയതി കൊണ്ടുവന്ന് കേസ് കൊടുത്തത് അന്ന് അവന്മാരെ വന്ന് പോലീസുകാർ അനാസ്ഥ കാണിച്ചുകൊണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇന്നത് സംഭവിക്കത്തുമില്ലായിരുന്നു. എനിക്കും എൻ്റെ അച്ഛനും ഇനി ജീവിക്കാൻ അവന്മാർ ഗുണ്ടകളും നിരവധി കേസിലെയും കാപ്പ കേസിലെയും കഞ്ചാവ് കേസിലെയും എല്ലാം പ്രതികളാണ്. കഴിഞ്ഞ 30-ാം തീയതിയാണ് ആശ മണലിൽ സ്വദേശി ചങ്കു സുനിലിനെതിരെ പരാതി നൽകിയത്. അശ്ലീല പ്രദർശനം നടത്തിയെന്നും അസഭ്യവർഷം നടത്തിയെന്നുമായിരുന്നു പരാതി സ്വീകരിച്ച ഏരൂർ പോലീസ് 13 ദിവസം കഴിഞ്ഞിട്ടും നടപടിയെടുത്തില്ല. യുവതിയുടെ പരാതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വൻ അനാസ്ഥയാണ്. 2:30 മണിക്ക് ചീത്ത വിളിച്ചതിന്റെ വൈരാഗ്യം ഞങ്ങൾ പിറ്റേന്ന് രാവിലെ 1-ാം തീയതി കേസ് കൊടുത്തു. അതിന്റെ വൈരാഗ്യത്തിൽ ഞങ്ങളെ കൊല്ലുമെന്നും പറഞ്ഞാൽ രാത്രി വീട്ടിൽ കയറി എത്തിയതായ 10:30 മണിക്ക്. ഞങ്ങൾ നിരപരാധിയായ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവർ കഞ്ചാവ് വിൽപ്പനയും മറ്റുള്ള അധോലോക ബന്ധങ്ങളും ഉള്ളവരാണ്. അവന് ഏത് സമയത്തും ഞങ്ങളെ കൊല്ലുന്നതാണ് ഉറപ്പാണ്. ആക്രമണത്തിന് പിന്നാലെയാണ് ചങ്കു സുനിലിനെയും അനീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആശയുടെ പരാതിയിൽ അന്വേഷണം നടത്തിയെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിക്കെതിരെ കൃത്യസമയത്ത് പോലീസ് നടപടിയെടുത്തിരുന്നെങ്കിൽ വേണുഗോപാൽ നായരുടെ കുടുംബത്തിന് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. പരാതി സ്വീകരിച്ചിട്ടും നടപടിയെടുക്കാത്ത പോലീസിന്റെ അനാസ്ഥയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തും. ജനം, കൊല്ലം. കൊല്ലത്ത് യുവാവിനെ മർദ്ദിച്ച ശേഷം കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. ഏരൂർ മണലിൽ സ്വദേശികളായ റിജോ, സനോ, അനിൽ രാജൻ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. മണലി സ്വദേശി അച്ചുവിനാണ് ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത്. കാറിലെത്തിയ സംഘം അച്ചുവിനെ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ 1-ാം പ്രതി റിജോ കാറുകൊണ്ട് ഇടിച്ചു തെറിപ്പിച്ചു. ക്ഷേത്രോത്സവം കഴിഞ്ഞ് ബന്ധുക്കൾക്കൊപ്പം വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു ആക്രമണമുണ്ടായത്. നമ്മളിവിടെ എന്തൊരു പരിപാടി ഉണ്ടായാലും ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയും നിങ്ങളെവിടെ കിടത്തി ഉറക്കത്തില്ല, ജാതിപ്പേര് തന്നെയാണ് പറയുന്നത്. പിന്നെ നിങ്ങളെ പോലുള്ളവരെ ഇവിടെ വെച്ച് പൊറുപ്പിക്കത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് നമ്മളെ അടിക്ക് ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. ഗുരുതരമായി പരിക്കേറ്റ അച്ചുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നാലെ ഏരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികൾക്കെതിരെ വധശ്രമം, ജാതി അധിക്ഷേപം തുടങ്ങി ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെയാണ് പോലീസ് പിടികൂടിയത്. കേസിൽ മറ്റു 2 പ്രതികൾ കൂടെ പിടിയിലാവാനുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ 3 പ്രതികളെയും വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. കൊല്ലം കടയ്ക്കലിൽ അച്ഛനെയും മകനെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിലായി. ചരിപ്പറമ്പ് വെളുന്തര സ്വദേശിയായ ഉണ്ണി, സുഹൃത്തുക്കളായ ബിനു, രഞ്ജിത്ത് എന്നിവരെയാണ് കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വെളുത്തര സ്വദേശികളായ വിഷ്ണുവിനും അച്ഛൻ തുളസീധരനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇക്കഴിഞ്ഞ 11-ാം തീയതി സമീപവാസികളായ ഇരുകൂട്ടരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കടയ്ക്കൽ പോലീസ് സ്ഥലത്തെത്തി പ്രശ്നം ഒത്തുതീർപ്പാക്കിയിരുന്നു. എന്നാൽ രാത്രിയോടുകൂടി മദ്യപിച്ചെത്തിയ ഉണ്ണി ഉൾപ്പെടുന്ന 3 സംഘം വിഷ്ണുവിനെയും അച്ഛൻ തുളസീധരനെയും വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. ചുറ്റികയ്ക്ക് തലക്കടിച്ചതിന് ശേഷം വലിച്ചിഴച്ച് വീടിനു സമീപത്തെ റോഡിലെത്തിച്ച് കുപ്പികൊണ്ട് മുഖത്തും തലയ്ക്കും മാരകമായ രീതിയിൽ അടിച്ചു പരിക്കേൽപ്പിച്ചതായാണ് പരാതി. അവശനിലയിലായ ഇരുവരെയും ബന്ധുക്കൾ ചേർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിക്ക് ഉണ്ണിയുടെ കുറെ കൂട്ടുകാരുമായി എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് എൻ്റെ ഭർത്താവിനെ കയറിലിട്ട് വലിച്ചഴച്ച് റോഡിൽ കൊണ്ടുപോയി കയറ് കെട്ടിയിട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോയി റോഡിലിട്ട് അടിക്കുകയായിരുന്നു. അത് എൻ്റെ അമ്മായച്ച കണ്ടുകൊണ്ട് വരുന്നത് എൻ്റെ അമ്മായച്ചനെ അടിച്ചു. ചുറ്റിയല് തല, കണ്ണില് എന്തോ കൈ വെച്ച് ഇടിച്ചു, മൂക്കാമണ്ടയ്ക്ക് ചുറ്റിയല് വെച്ച് ഇടിച്ചു, എൻ്റെ അച്ഛൻ്റെ പിരിയത്ത് ചുറ്റിയല് വെച്ച് ഇടിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയാണ് ഇരുവരും കടയ്ക്കൽ പോലീസിൽ മൊഴി നൽകിയത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത കടയ്ക്കൽ പോലീസ് 3 പ്രതികളെയും ചരിപ്പറമ്പിൽ നിന്നും പിടികൂടി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം 3 കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം.
തിരുവനന്തപുരം ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാർ വീണ്ടും കുറ്റം സമ്മതിച്ചു. തുടക്കത്തിൽ കുറ്റം സമ്മതിച്ചുവെങ്കിലും പിന്നീട് ഇയാൾ മൊഴി മാറ്റിയിരുന്നു. ഹരികുമാറും ശ്രീതുവുമായുള്ള ബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതിനിടെ കുഞ്ഞിന്റെ പിതാവിന്റെ ബന്ധുവായ പോലീസ് ഉദ്യോഗസ്ഥനെ 35 ലക്ഷം രൂപ നൽകിയെന്ന അമ്മ ശ്രീതുവും പോലീസിനോട് വെളിപ്പെടുത്തി. ഇയാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. നാടിനെ നടുക്കിയ കൊലപാതകമായിരുന്നു 2 വയസ്സുകാരി ദേവേന്ദുവിന്റേത്. അമ്മാവൻ ഹരികുമാർ തുടക്കത്തിൽ കുറ്റം സമ്മതിച്ചെങ്കിലും പിന്നീട് മൊഴി മാറ്റിയിരുന്നു. ഹരികുമാറും ശ്രീധുവുമായുള്ള ബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൊലപാതകം നടന്ന കഴിഞ്ഞ മാസം 23-ന് രാത്രി കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെ ഹരികുമാർ മുറിയിലേക്ക് ക്ഷണിച്ചിരുന്നു. കുഞ്ഞ് കരഞ്ഞതുകൊണ്ട് റൂമിലെത്തിയ ശ്രീധു തിരിച്ചു കുഞ്ഞിന്റെ അടുത്തേക്ക് പോയി. ഈ സംഭവത്തെ തുടർന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിന് പിന്നിലെന്നും അമ്മ ശ്രീധുവിന് കൊലപാതകത്തിൽ പങ്കില്ലെന്നും പോലീസ് പറയുന്നു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനാൽ ഹരികുമാറിനെ ജയിലിലേക്ക് മാറ്റി. അതിനിടെ കുഞ്ഞിന്റെ പിതാവിന്റെ ബന്ധുവായ പോലീസ് ഉദ്യോഗസ്ഥന് 35 ലക്ഷം രൂപ നൽകിയെന്ന് അമ്മ ശ്രീധു പോലീസിനോട് വെളിപ്പെടുത്തി. ഇയാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. എന്നാൽ കുഞ്ഞിന്റെ പിതാവിനെ കേസിൽപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ശ്രീധുവിന്റെ മൊഴിയെന്നാണ് പോലീസിന്റെ സംശയം. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധമുള്ള മറ്റുള്ളവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. ജനം, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ്. KP.